മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വാണ്ടഡ്. ഇന്നൊരു പ്രാദേശിക സംസ്ഥാന രാഷ്ട്രീയത്തെ സംബന്ധിക്കുന്ന ഒരു വിശകലനമാണ് മോസ്റ്റ് വാണ്ടഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് ഏകദേശം ഒന്നര മാസം കഴിയുകയാണ്. ആ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിനും പ്രതിപക്ഷത്തിനും ഒരേ നയം യൂട്ടേൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഇന്നിപ്പോൾ കേരള ജനത ഒന്നാകെ അതിശയത്തോടുകൂടി ഉത്കണ്ഠയോടുകൂടി നിരാശരായി കണ്ടുകൊണ്ടിരിക്കുന്ന അവസരമാണുള്ളത്. കോൺഗ്രസിനുള്ളിൽ ഒരു പുതുയുഗ പിറവി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൻ്റെ എല്ലാ ഭംഗിയും കെടുത്തുന്ന തരത്തിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന വിഷണറി ആയിട്ടുള്ളൊരു മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാലുവാരി നിലത്തടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം എതിർപക്ഷത്തു നിന്നല്ല, കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതിനുള്ള ഒട്ടനവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞു. അത് KC പക്ഷമായാലും ചെന്നിത്തല പക്ഷമായാലും അതല്ലാതെ ഉള്ള പക്ഷങ്ങളായാലും എന്തായാലും വി ഡി സതീശനെതിരായിട്ടുള്ള പണി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനിടയിലും പുതുയുഗ പിറവിക്ക് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 1.5 മാസം അല്ലെ 2 മാസം എന്ന് പറയുന്ന ഒരു ഗ്രേസ് പീരീഡാണ്. ഗവൺമെൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി സമയം ആയിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അതേ അവസരത്തിൽ കോൺഗ്രസിൽ പുതുയുഗമാണെങ്കിൽ CPMൽ പുതുചേരിയാണ് രൂപപ്പെട്ടു വരുന്നത്. CPM തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ വിശകലനം നടത്തി ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായി. അതായത് ജനങ്ങൾക്കാണ് കുഴപ്പം, ജനങ്ങൾക്കാണ് തെറ്റ് പറ്റിയത് എന്നുള്ള വിലയിരുത്തലാണ് പൊതുവെ അവർ നടത്തിയത്. അപ്പോൾ ജനങ്ങളാണ് കുഴപ്പക്കാർ എന്നുള്ള വിലയിരുത്തൽ നടത്തുന്ന ലോകത്തിലെ ഏക കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നതിനെ പറയാമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നാമധേയത്തിൽ അത് പ്രവർത്തിക്കുന്നു. ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ള വിലയിരുത്തലിലാണ് അവരെത്തിച്ചേർന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് ഇന്നിപ്പോൾ പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്ന് ഒരു കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുക എന്നുള്ള സാമാന്യ മര്യാദ പോലും, ജനാധിപത്യ മര്യാദ പോലും നടക്കാത്ത ഒരവസ്ഥയിലാണ് CPM എത്തിച്ചേർന്നിരിക്കുന്നത്. മേലെന്ന് തീരുമാനിച്ച് കെട്ടിയിറക്കി പിണറായി വിജയനെ വീണ്ടും പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കുകയാണ്. CPMൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം ഇതുവരെ ചേർന്നിട്ടില്ല. 10, 25, 26 പേരും കണ്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. CPIയുമായിട്ടും പിണക്കത്തിലാണ്. അപ്പോൾ ഉപനേതാവ് നേരത്തെ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നു. എങ്കിൽ പോലും പുതിയൊരു കീഴ്വഴക്കം വേണമെന്നാണ് CPI ആവശ്യപ്പെടുന്നത്. CPMലാകട്ടെ പ്രതിപക്ഷ നേതാവാകും എന്ന് ഉടുപ്പം തയ്ച്ചിരുന്ന KN ബാലഗോപാലുണ്ട്. അദ്ദേഹം ആ അമർഷം നിയമസഭയിൽ തന്നെ പ്രകടിപ്പിച്ചത് സഭാ TV-യിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും എല്ലാവരും കണ്ടതാണ്. എന്തായാലും CPMനുള്ളിൽ ഒരു പുതുചേരി രൂപപ്പെട്ടു വരുന്നു. ഗ്രൂപ്പിസത്തിൻ്റെ മറ്റൊരു വേർഷൻ CPMൽ രൂപപ്പെട്ടു വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് MA ബേബിയിൽ തുടങ്ങി ഇങ്ങനെ അവസാനം M സ്വരാജിൽ വരെ വന്നെത്തി നിൽക്കുകയാണ്. തോമസ് ഐസക്ക് നേരത്തെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ പിണറായി വിജയനെതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. MA ബേബി ഒരക്ഷരം മിണ്ടിയിട്ടില്ല, കൗശലക്കാരനായിട്ട് നിന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം EMSൻ്റെ ലോകമെന്നുള്ള സെമിനാറിൽ മലപ്പുറത്ത് വന്ന് കുറച്ച് തൊടുന്യായങ്ങൾ പറഞ്ഞു. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഉള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ P രാജീവും മറ്റാരുണ്ട് നമ്മളല്ലാതെ എന്നുള്ള ആ ടാഗ് ലൈനിനെ
വിമർശിച്ചുകൊണ്ട് അതാണ് തിരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടാക്കിയതെന്ന് പറയുന്നത്. അപ്പോൾ ഈ മോന്തായം കാണിച്ചുകൊണ്ട് അവിടെ ഇവിടെയും നാട്ടിലെല്ലാം ഹോർഡിങ്സ് വെച്ച സമയത്ത് ഇവരൊക്കെ എവിടെ പോയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അന്ന് വിമർശിക്കാത്തവർ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഇപ്പം പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഏകാധിപതികൾക്കും എല്ലാ സ്വേച്ഛാധിപതികളുടെയും അവസാനം ഇങ്ങനെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോഴെന്തായാലും വീണാ വിജയന് വേണ്ടി പ്രസ്താവന ഇറക്കിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണാ വിജയനെ ED ചോദ്യം ചെയ്യുന്ന സമയത്തൊന്നും അവിടെ പ്രതിരോധം സൃഷ്ടിക്കാൻ പോയില്ല എന്നുള്ളത് ഒരാശ്വാസകരമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിന്. പിണറായി വിജയന് പക്ഷേ അത് ആശ്വാസമല്ല, മനസ്സ് നീറിപ്പോഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തായാലും CPMൻ്റെ അന്തകനായിട്ട് പിണറായി വിജയൻ മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോൾ MA ബേബിയും P രാജീവും KN ബാലഗോപാലും ദിനേശൻ പുത്തലത്തും KK ശൈലജയും PK ശ്രീമതിയും EP ജയരാജനും P ജയരാജനും MV ജയരാജനും ഇന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അവർക്കെല്ലാം അറിയാം ഈ പിണറായി വിജയനെയും കൊണ്ട് പോയാൽ ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കായ്ക്കടിക്കത്തില്ല എന്നുള്ളത് നല്ലവണ്ണം അറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പുതു ചേരി രൂപപ്പെട്ടു വരുന്നത്. കാരണം പിണറായി വിജയൻ്റെ കാലം കഴിഞ്ഞാലും ഇത് കൊണ്ടു നടക്കാൻ ആളുകളാണല്ലോ. കാരണം ഇവരെല്ലാം കക്ഷത്ത് ഓരോ സ്ഥാനമാനങ്ങളിരിക്കുകയാണ്. ഇനി ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് ജനങ്ങളെ ബന്ധനത്തിലാക്കാൻ കഴിയില്ല, പിടിച്ചു നിർത്താൻ കഴിയില്ല കൊണ്ടാണ് സഹകരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കണമെന്നുള്ള സർക്കുലർ സംസ്ഥാന സെക്രട്ടറി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ എത്ര പണി കിട്ടിയാലും പഠിക്കില്ല എന്നുള്ളതാണ് CPMൻ്റെ ഇന്നത്തെ അവസ്ഥ. തളിപ്പറമ്പിലെ TK ഗോവിന്ദനെയും പയ്യന്നൂരിലെ V കുഞ്ഞികൃഷ്ണനെയും തിരിച്ചെടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞ MV ജയരാജനെ നിരാകരിച്ചുകൊണ്ടാണ് MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി. ഇതുപോലെ വിടുവായത്തം പറയുന്നൊരു സംസ്ഥാന സെക്രട്ടറി CPMനെ സംബന്ധിച്ചുണ്ടായിട്ടില്ല. അദ്ദേഹം അത് തിരുത്തിയിരിക്കുകയാണ്. വർഗവഞ്ചകർ തന്നെ, പണ്ട് പിണറായി വിജയൻ പറഞ്ഞതുപോലെ കുലംകുത്തി തന്നെ, വർഗവഞ്ചകൻ തന്നെ. യഥാർത്ഥത്തിൽ അവർ ഏത് വർഗത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്? ഈ വർഗം എന്ന് പറയുന്നത് തൊഴിലാളി വർഗമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പ്രൈമ ഫേസിയായിട്ട് എടുക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രോളറ്റേറിയൻ, ഒരു തൊഴിലാളി വർഗ മനോഭാവമുള്ള, തൊഴിലാളി വർഗ സ്നേഹമുള്ള, കൂറുള്ള ഏത് നേതാക്കന്മാരുണ്ട്? പിണറായി വിജയൻ പ്രോളറ്റേറിയനാണോ? MV ഗോവിന്ദൻ പ്രോളറ്റേറിയനാണോ? MA ബേബി പോലും പ്രോളറ്റേറിയനല്ല. KN ബാലഗോപാൽ പ്രോളറ്റേറിയനാണോ? KN ബാലഗോപാൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മാർക്സിന് പണക്കാരോടുള്ള അസൂയ കൊണ്ടാണ് അദ്ദേഹം മൂലധനം എഴുതിയെന്ന് തമാശ പറഞ്ഞ ഒരാളാണ്. അത് കൂടെ ഉണ്ടായിരുന്ന കാലത്ത്, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞ ഒരു തമാശയാണ്. അത് നിർദോഷകരമായ, അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ ദോഷം ചെയ്യാത്ത തമാശ ആയതുകൊണ്ട് ഇവിടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അക്കാലത്തുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പിന്നീട് തുറന്ന് പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷേ ഇതൊരു തമാശയാണെങ്കിലും ആ തമാശ പറയാനുള്ള നിലവാരത്താഴ്ചയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്ര അവബോധം എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ P രാജീവ് ഈ കൈതോലപ്പായിൽ ഇത് പണവും കൊണ്ട് വന്ന P രാജീവിന് അന്ന് പിടിച്ചതാണ് പിണറായി വിജയൻ. അതിനു മുമ്പ് AP വർക്കി എന്ന് പറയുന്ന ഒരു കൃശഗാത്രനായ മനുഷ്യൻ്റെ കീഴിൽ ആ ജില്ലക്കാരനല്ലാതായിരുന്നിട്ട് കൂടി തൃശ്ശൂർ ജില്ലക്കാരനായ രാജീവിനെ എറണാകുളത്ത് കൊണ്ടുവന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വളർത്തിയെടുത്ത AP വർക്കിയെ ഒറ്റുകൊടുത്തുകൊണ്ടാണ് പിണറായിയുടെ വലം കൈയായി രാജീവ് മാറിയത്. സംസാരം തന്നെ കേട്ടാൽ അദ്ദേഹം തന്നെ എന്താ പറയുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാത്ത അവസ്ഥയിലാണ്. പിന്നെ ആരാണ്? ദിനേശൻ പുത്തലത്തോ? ഒരു 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 ഞരമ്പ് രോഗി എന്ന് പൊതുവെ അദ്ദേഹത്തെ അറിയാവുന്ന ആളുകളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആളാണ് ഈ പുത്തലത്ത് ദിനേശൻ. സ്വപ്ന സുരേഷിനെ അവിടെ കയറ്റി ഇറക്കിയതെല്ലാം ഈ പുത്തലത്ത് ദിനേശനാണ്. അതുകൊണ്ടാണ് അതിനുശേഷം സഹിക്കവയ്യാതെ ദിനേശൻ പുത്തലത്തിനെ എടുത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്ത് കളഞ്ഞു.
ഇപ്പോൾ ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററായിട്ട് അദ്ദേഹത്തെ വെച്ചു എന്ന് പറയുന്നത് എന്ത് വിവരമാണ് അദ്ദേഹത്തിനുള്ളതെന്ന് കൂടെ പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഉദാഹരണം മാത്രം പറയാം, ഒരു അനുഭവം, ഉദാഹരണമല്ല ഒരു അനുഭവം. ഇദ്ദേഹം വളരെ വിദ്യാഭ്യാസ വിചക്ഷണനായിട്ടൊക്കെയാണ് അഭിനയിക്കുന്നത്. പ്രീ ഡിഗ്രി ഡീലിംഗ് ചെയ്യുന്ന സമയത്ത്, ഹയർ സെക്കൻഡറി തുടങ്ങുന്ന സമയത്ത് അധ്യാപക നിയമനത്തിലുള്ള യോഗ്യതയെ സംബന്ധിച്ച് ഒരു ചർച്ച SFIയിൽ നടക്കുകയുണ്ടായി. അവിടെ ആയുർവേദ കോളേജിനടുത്തുള്ള KV സുധീഷ് സ്മാരകത്തിൽ നടന്ന ആ ചർച്ച, ഇപ്പോഴത്തെ വലിയ കെട്ടിടമല്ല, പഴയ കെട്ടിടം. ആ ചർച്ചയിൽ അദ്ദേഹം പറയുകയാണ്, PhD ഉള്ളവർക്ക് ഹയർ സെക്കൻഡറി MPhilഉം PhD ഉള്ളവർ ഹയർ സെക്കൻഡറി പഠിപ്പിക്കാൻ യോഗ്യതയില്ല, MAയും B.Edഉം മാത്രമുള്ളവരെ മാത്രം പരിഗണിച്ചാൽ മതി, B.Ed ഉള്ളവർ മാത്രം മതി, MPhilഉം PhD ഉള്ളവർ ഹയർ സെക്കൻഡറി പഠിപ്പിക്കാൻ യോഗ്യരല്ല. അതിനെതിരെ ശക്തമായിട്ട് വാദിച്ച്. MPhilഉം PhD എന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസം, ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ തന്നെ സെക്കൻഡറി ടു ഹയറാണ്. അപ്പോൾ അവിടേക്ക് MPhilകാരും PhDക്കാരും പഠിപ്പിച്ചാൽ അവർക്ക് പഠിപ്പിക്കാൻ കഴിയില്ല എന്നാണോ ഇതിൻ്റെ അർത്ഥം? പിന്നെ B.Ed ഒരു സ്കൂളിങ്ങിൻ്റെ ഭാഗമായിട്ട് B.Ed വേണമെന്നുള്ളത് വേണമെങ്കിൽ നമ്മൾക്കൊരു കണ്ടീഷനായി വയ്ക്കാം എന്ന് പറഞ്ഞ് അത്ര പോലും വിവരം കെട്ടവനാണ് ഈ ദിനേശൻ പുത്തലത്ത്. അയാളിപ്പം പിണറായിയുടെ ക്കെതിരായിട്ട് തിരുവായ്ക്കെതിർവാ പറയാൻ ഇപ്പോൾ തയ്യാറായിരിക്കുന്നു. കാരണം ഭാവി എന്തായാലും പിണറായി വിജയൻ ഒത്തിരി കാലം ഇത് നയിക്കത്തില്ല എന്നറിയാം. ഭാവിയിൽ ഇവരുടെയൊക്കെ കൂടെ നിന്നില്ലെങ്കിൽ അതും കൂടെ ഒന്നും കിട്ടാതെ പോവും എന്നുള്ളത് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഓരോരുത്തരും നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുക. M. സ്വരാജ് പിണറായിക്ക് വേണ്ടി വാദോരാതെ വാദിച്ചുകൊണ്ട് പിണറായിയുടെ ശബ്ദ സാമ്യതയും അതോടൊപ്പം തന്നെ ശരീരഭാഷ സാമ്യതയും ഒക്കെ വെച്ച് പുലർത്തുന്ന ഒരാളാണ്. നമ്മുടെ VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞ ആളാണ് സ്വരാജ്. അത് ചിന്താ ജെറോമിൻ്റെ പേരിലാണ് കിടക്കുന്നതെങ്കിലും ചിന്താ ജെറോമും പറഞ്ഞെങ്കിലും ആദ്യം പറഞ്ഞത് സ്വരാജാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെയാണോ ഇനി ഈ പ്രസ്ഥാനത്തെ, ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എന്തായാലും CPMൽ പുതിയൊരു സ്ഫോടനാത്മകമായ അന്തരീക്ഷം ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തോടെ ഉണ്ടായിരിക്കുകയാണ് എന്നുള്ളത് ആ പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഏറെ ദുഃഖകരമാണ്. എന്തായാലും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ പിണറായി വിജയനും MV ഗോവിന്ദനും മാറിയെങ്കിൽ മാത്രമേ, അവർ ഈ പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് മാറിയെങ്കിൽ മാത്രമേ ഇതിന് രക്ഷയുള്ളൂ എന്ന് കേന്ദ്ര കമ്മിറ്റി കണ്ടുപിടിച്ചിരിക്കുകയാണ്. PBയിലും കഴിഞ്ഞ PB യോഗത്തിലും ഇതൊക്കെ ചർച്ചയായെങ്കിലും വിശാലമായ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരാൻ പോവുകയാണ്. കേരളത്തിൻ്റെ വിലയിരുത്തൽ റിപ്പോർട്ട്, തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ റിപ്പോർട്ട് ഭാഗികമായി മാത്രമേ PB അംഗീകരിച്ചിട്ടുള്ളൂ, പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. എന്തായാലും അത് പൂർണ്ണമായി ചർച്ച ചെയ്ത് രൂപപ്പെടുത്താൻ പോകുന്ന അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇവിടുത്തെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, അതുപോലെ തന്നെ KN ബാലഗോപാൽ, P രാജീവ്, ഈ ദിനേശൻ പുത്തലത്ത് പോലും ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ്. ഇവരൊക്കെ എന്ത് നിലപാട് സ്വീകരിക്കും? KK ശൈലജ, PK ശ്രീമതി, KK ശൈലജ ഉണ്ടോ എന്ന് തോന്നുന്നു, PK ശ്രീമതി എന്തായാലും ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇവരെല്ലാം ഇപ്പോൾ ഒത്തൊരുമിച്ചിരിക്കുകയാണ്. പിണറായി വിജയന് ഓശാന പാടിക്കൊണ്ടിരുന്ന ആളുകളാണ് അവരെല്ലാം. അദ്ദേഹം ഈ കൊള്ളരുതായ്മകളെല്ലാം കാണിച്ച് കൊണ്ടിരുന്നപ്പോൾ ഒരക്ഷരം ഉരിയാടാതെ മാനസപുത്രന്മാരായിട്ട് നിന്ന ആളുകളാണ്, സേവ ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് ഇപ്പോൾ പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അടുത്ത അധികാര സമവാക്യത്തിൽ തങ്ങളുടേതായ ഇടം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനിയും സംസ്ഥാന രാഷ്ട്രീയത്തെ വിശകലനം ചെയ്തുകൊണ്ടുള്ള കാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള വിശകലനം ഉണ്ടാവും. നന്ദി, നമസ്കാരം. മോസ്റ്റ് വാണ്ടഡ്. നന്ദി, നമസ്കാരം. മോസ്റ്റ് വാണ്ടഡ്.